ഫ്രണ്ട്സ്, നമുക്ക് ബ്രെഡും കൊണ്ട് ഒരു ഐറ്റം ഉണ്ടാക്കിയല്ലോ. എന്താന്നല്ലേ, സ്വീറ്റ് പിസ്സ. അതിനാവശ്യമായ ബ്രെഡ് എടുക്കുക. ബ്രെഡ് ഇതേപോലെ സൈഡ് കട്ട് ചെയ്യുക. ഞാൻ ഇവിടെ ഒരു 8 ബ്രെഡായിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യാനുസരണത്തിന് കുറയ്ക്കുകയോ കൂട്ടുകയൊക്കെ ചെയ്യാം. ഇനി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് അരമുറി തേങ്ങ ചെരുകിടാം. അതുപോലെ തന്നെ ഒരു പിടി അണ്ടിപ്പരിപ്പും ഒരു പിടി നിലക്കടലയും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. അതിനുശേഷം 3 ഏലക്കായ പൊടിച്ച് നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ജാമാണ്. ഞാൻ ഇവിടെ മിക്സ്ഡ് ഫ്രൂട്ട് ജാമാണ് എടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇടാം. ഞാനിവിടെ 1 ടീസ്പൂണാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കൈ കൊണ്ട് തന്നെ നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കണം. കണ്ടോ, ഇപ്പൊ നല്ല രീതിയിൽ ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്ക് വേറെ രീതിയിൽ കൂടി ചെയ്യാൻ പറ്റും. ഈ ഫില്ലിംഗ് ഒക്കെ വെച്ചതിന് ശേഷം അതിൻ്റെ മേലെയും ഇതേപോലെ മുട്ട പൊട്ടിച്ചൊഴിക്കാൻ പറ്റും. അപ്പോൾ 2 തരത്തിൽ നമുക്ക് ചെയ്യാത്തത്. ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ഒപ്പം മിക്സ് ചെയ്യുക ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കൊരു ബൗളെടുത്ത് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ നല്ല രീതിയിൽ ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിച്ച് അതിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ലേശം നെയ്യ് ഒന്ന് തടവി കൊടുക്കാം. പാനിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലൊന്ന് പരട്ടി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഒരു ബൗളിൽ പൊട്ടിച്ച് വെച്ച മുട്ടയിൽ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ബ്രെഡ് മുക്കിയിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. സൈഡിലൊക്കെ നമുക്ക് ബ്രെഡ് മുറിച്ച് അവിടെ സെറ്റാക്കി വെച്ച് കൊടുക്കാം. ഇപ്പൊ ഫുള്ള് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് കൊടുക്കാം. മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ നല്ല തിക്കായിട്ട് തന്നെ കൊടുക്കാം കേട്ടോ ഫില്ലിങ്. അതിനുശേഷം ഒരു മൂടി എടുത്ത് നമുക്കിത് മൂടി വെക്കാം. ലോ ഫ്ലെയിം ആട്ടോ വേണ്ടത്. ഇനി 5 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിടണം. മറിച്ചിടുമ്പോൾ പൊട്ടാണ്ടിരിക്കാൻ നമുക്ക് വേറൊരു തവി വെക്കണം. അതിലേക്ക് നമുക്ക് ഇതേപോലെ നെയ്യൊന്ന് തടവി കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് മറിച്ചിടാം. ഇപ്പോൾ ഉണ്ട് നല്ല നീറ്റായിട്ടും ക്ലീൻ ആയിട്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 2 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. കണ്ടോ, നല്ല രസത്തിൽ വന്നിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ ഐറ്റം ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ നല്ല ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കിട്ടാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ലേറ്റർ.